നമ്മളോടൊപ്പം രഞ്ജിനി വീണ്ടും ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. രഞ്ജിനി, ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും. ആ ചിത്രം ഉൾപ്പെടെയുള്ള സിനിമകൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്നു. ഈ സമയത്ത് താങ്കൾക്ക് എങ്ങനെയാണ് ശ്രീനിവാസനെ ഓർക്കാൻ കഴിയുന്നത്? ശ്രീനിവാസൻ വളരെ ഒരു സിമ്പിളാണ് ഒരു ആക്ടറാണ്. എന്തായാലും ഞാൻ അവരെ ജീനിയസ് ആണ് പറയുന്നത്. കാരണം ഓരോരോ സ്ക്രിപ്റ്റ്, ഒരു ഡയലോഗ് എല്ലാം ഒരു മൈൽ സ്റ്റോൺ അല്ലേ. ഇപ്പോഴും നമ്മുടെ ലൈഫിൽ അത് യൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളല്ലേ വിട്ടിട്ട് പോയിരിക്കുന്നത്. ആൻഡ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങേരോട് ചേർന്ന് ഞാൻ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചു. അങ്ങേരോട് ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ഇരിക്കണം, എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ ഡയലോഗ് ഡെലിവറി ചെയ്യണം, അത്രയ്ക്ക് ഒരു വളരെ ഒരു സിംപ്ലിസിറ്റി പേഴ്സൺ, ഒരു സ്വീറ്റ് ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ എത്രയ്ക്ക് വലിയ സ്ക്രിപ്റ്റ് റൈറ്ററോ ആക്ടറോ ആയിരുന്നാലും ലേമൻ നോർമൽ ആൾക്കാരെ കിട്ടി എങ്ങനെ സംസാരിക്കണം, അത് വളരെ ഒരു ലേണിംഗ് ആണ് നമുക്ക്. അത്രയ്ക്ക് സിംപ്ലിസിറ്റി. തീർച്ചയായും. അപ്പൊ പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ഇന്ന് പോയതല്ല, എനിക്ക് വളരെ സങ്കടം ദുഃഖമുണ്ട് എല്ലാവരും പോലെ. പക്ഷെ അങ്ങേര് ഒരു റിച്ച് ലെഗസിയാണ് വിട്ടിട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴും അങ്ങേരുടെ പടങ്ങളോ ഡയലോഗ്സും ഇനി ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല. ഹി ലിവ്സ് ഇൻ അവർ ഹാർട്ട്. ഇപ്പോ ഈ പരിചയപ്പെട്ടവർക്ക്, സൗഹൃദം ഉണ്ടായിരുന്നവർക്കൊക്കെ എപ്പോഴും ചിരിക്കുന്ന, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എത്ര സീരിയസ് മാറ്ററുകളെ പോലും വളരെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന, അല്ലെങ്കിൽ സെറ്റുകളിൽ സാധാരണ തമാശകൾ പറയുന്ന, ആരെങ്കിലും തമാശ പറഞ്ഞാൽ അതിലൊക്കെ ആർത്ത് ചിരിക്കുന്ന ഒരു ശ്രീനിയേട്ടനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്. പലരും ആ രീതിയിലുള്ള ഓർമ്മകൾ പങ്കുവെച്ചു കഴിഞ്ഞു. താങ്കളുടെ അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ കണ്ടതില്ല അങ്ങനെ അത്രയ്ക്ക്. ജോക്ക് ചെയ്യും പക്ഷെ ചിരിക്കില്ല. സീരിയസ് ആയിട്ടാണ് ജോക്ക് ചെയ്യും, പക്ഷെ നമ്മൾ ചിരിച്ചു പോകും. അങ്ങനെ ഒരു സെൻസ് ഓഫ് ബ്യൂട്ടിഫുൾ സെൻസ് ഓഫ് ഹ്യൂമർ. ഏത് കണ്ടാലും എന്ത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ജോക്ക് അവിടെ പറയും. അപ്പൊ നമുക്ക് തന്നെ അത് ചിരിച്ചു, എന്താ പറയാ, അതാണ് അങ്ങേരുടെ ബ്രില്യൻസ് ഇൻ റൈറ്റിംഗ് അല്ലേ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അത് ഡേ ടു ഡേ അത് അങ്ങനെ തന്നെ പടത്തിൽ അങ്ങേര് യൂസ് ചെയ്യുന്നു. അപ്പോ അത് കണ്ടിട്ട് തന്നെ എനിക്ക് അത്ഭുതം തോന്നി. വാവ്, എത്രയ്ക്ക് ഇന്റലിജന്റ് ആണ്, വെരി ഒബ്സർവന്റ്. ഏത് കാര്യം, ഒരു ചെറിയ കാര്യം, മൈന്യൂട്ട് കാര്യങ്ങൾ ഇരുന്നാലും അങ്ങേര് അത് നോട്ട് ചെയ്തിട്ട് അതൊരു തമാശയാക്കും, അല്ലെങ്കിൽ അത് തന്നെ തിങ്ങളെ വന്ന് ഇംപ്രൂവൈസ് ചെയ്യും. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ്, ഒരു വെരി നൈസ് പോയിന്റ് ഹി ഹാഡ്. ആക്ടറായ ശ്രീനിവാസൻ, തിരക്കഥാകൃത്തായ ശ്രീനിവാസൻ, സംവിധായകനായ ശ്രീനിവാസൻ, അതിലൊക്കെയും കഴിവ് തെളിയിച്ചിട്ടുള്ള ശ്രീനിവാസനുണ്ട്. രഞ്ജിനി എന്ന നടി ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് നിലയിലായിരിക്കും ശ്രീനിവാസന് നൽകുക? ആദ്യം സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. കാരണം ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇപ്പോഴും ചില പടങ്ങള് അങ്ങേര് ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, റൈറ്റ്? അതില് ഓരോരോ ക്യാരക്ടർ, ഓരോരോ ഡയലോഗ്സും ഇപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടല്ലോ. ഡേ ടു ഡേയില് നമുക്ക് ചിലപ്പോ ആ ഡയലോഗ് ഓർക്കാതെ തന്നെ അങ്ങനെ തന്നെ വരും. അങ്ങനെ മീൻസ് അത് അങ്ങേരുടെ പടത്തിൽ എന്ത് ഇമ്പാക്ട് ചെയ്ത ഒരു കാര്യമാണ്. അതൊരു സ്മാർട്ട്നെസ്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങേര് മരിക്കില്ല, ഒരിക്കലും മരിക്കില്ല. കാരണം ഹി ലീവ്സ് ഇൻ എവ്രി മലയാളീസ് ഹാർട്ടാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ മാത്രമല്ല, ആ ഡയലോഗ്സ്, ആ പടങ്ങൾ, ലുക്ക് അറ്റ് ദ വിഷനറിയാണ്. ചില പടങ്ങൾ എടുത്ത് നോക്കിയാലേ അന്നത്തെ കാലഘട്ടത്തില് ഹി വാസ് 20 years ahead അല്ലേ. അതാണ് ഒരു ബ്രില്യൻസ് പറയുന്നത്. തീർച്ചയായും. വളരെ നന്ദി ശ്രീമതി രഞ്ജിനി, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഇപ്പോഴും കാലിക പ്രസക്തി ഉണ്ട് എന്ന കാര്യമാണ് രഞ്ജിനിയും സൂചിപ്പിക്കുന്നത്. ശ്രീ ജി പി രാമചന്ദ്രൻ, താങ്കൾ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. തീർച്ചയായും. ഞാൻ അദ്ദേഹത്തിന്റെ ഈ വളരെ സത്യസന്ധമായി, അതായത് യാതൊരു മറകളുമില്ലാതെ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതിയിട്ടല്ല അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നത്. അത് സമൂഹത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അഭിപ്രായങ്ങളല്ല പരീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ
കണ്ണൂർ ജില്ലക്കാരാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിലൊക്കെ അക്രമികളാണ് എന്ന രീതിയിൽ ഉള്ള ഒരു പരിഹാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം നമ്മളുടെ കേരളത്തിലും ഒക്കെ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇതിനെ ആണ് അദ്ദേഹം മറികടക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പക്ഷം പിടിക്കുന്നില്ല. അദ്ദേഹം RSSന്റെയോ CPMന്റെയോ പക്ഷം പിടിക്കാതെ അപ്പോൾ അവിടെ ഒരു ഘട്ടത്തിൽ മലയാള ഈ കൊലപാതകങ്ങൾ വർദ്ധിച്ച ഒരു ഘട്ടത്തിൽ കൂത്തുപറമ്പിലാണോ പാനൂരാണോ എനിക്ക് ഓർമ്മയില്ല, ആ ടൗണില് കേരളത്തിലെ പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകർ, സംവിധായകരും നടീനടന്മാരും വളരെ ഉന്നതരായിട്ടുള്ള എല്ലാവരും കൂടി ഒരു നിരാഹാര സത്യാഗ്രഹമോ അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹമോ പ്രഖ്യാപിച്ചു. അന്ന് ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെ നിന്നിരുന്ന ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നിരുന്ന മുരളീചേട്ടൻ, പരേതനായ മുരളീചേട്ടൻ അടക്കം അതിൽ പങ്കെടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ പങ്കെടുക്കാത്ത പ്രധാന ഒരാള് ശ്രീനിവാസനാണ്. നിങ്ങളുടെ ഈ നാടകങ്ങളൊന്നും, കാരണം സിനിമക്കാർ നിങ്ങൾ കാണിക്കുന്ന ഈ മുതലക്കണ്ണീർ കണ്ണൂരുകാർക്ക് ആവശ്യമില്ല. നിങ്ങളുടെ കണ്ണൂരുകാര് അത് സ്നേഹത്തിന്റെ, അവിടെ കൊലപാതകം ഉണ്ടാവും, അതൊക്കെ വേറെ വിഷയം. പക്ഷെ അവർ സ്നേഹത്തിന്റെ ആളുകളാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുതലക്കണ്ണീരും കൊണ്ട് കണ്ണൂരേക്ക് വരേണ്ടതില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഈ വിമർശനം അത് മുഖം നോക്കാതെ, അദ്ദേഹത്തെ കുറിച്ച് ഒരു ഗോസിപ്പ്, ഒരു തമാശ ഞാൻ കേട്ടു. അതായത് നേരത്തെ ഉള്ള ഒരു ഗോസിപ്പാണ്. നേരത്തെ അദ്ദേഹം അത് അച്ചടിച്ചു വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാം. അതായത് ലാൽ ജോസിന്റെ ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയില്, ലാൽ ജോസ് ആദ്യം സംവിധാനം ചെയ്ത എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയില് ശ്രീനിവാസൻ മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ മമ്മൂട്ടിയെ കൊണ്ടുവന്ന ഈ ശ്രീനിവാസന്റെ തിരക്കഥയാണ്. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞിട്ടാണ് ലാൽ ജോസ് പുതിയ സംവിധായകന് മമ്മൂട്ടിയെ കിട്ടിയത്. വളരെ സന്തോഷം. അപ്പൊ ലാൽ ജോസ് പറഞ്ഞു, താങ്കൾ എനിക്ക് അടുത്ത പടത്തില് മോഹൻലാലിനെ ഒന്ന് അഭിനയിപ്പിക്കാൻ വേണ്ടി താങ്കളൊന്ന് പറയണം.